മറ്റൊരു അപകടക്കെണി കാണിക്കാൻ പോവുകയാണ്. നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയം MC റോഡിൽ കടുത്തുരുത്തി പുളിന്തറ വളവിൽ അപകടങ്ങൾ പതിവാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ വളവിലെ അപകട കഥ. റോഡിന്റെ അപാകതയെക്കുറിച്ച് പഠനങ്ങൾ അടക്കം നടത്തിയിട്ടും ഇതുവരെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ വളവ് നിവർത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇപ്പോഴും ശക്തമാണ്. അഖിൽ കെ ചേരുന്നുണ്ട് സ്ഥലത്ത് നിന്ന്. അഖിൽ, കാരണങ്ങൾ പലതും ഉണ്ടാകാം. അപകടങ്ങൾ പതിവായി സംഭവിക്കുന്ന ഇടങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് റോഡിന്റെ മിനുസക്കൂടുതലോ വലിയ വളവുകളോ കാഴ്ച മറയ്ക്കുന്ന ബോർഡുകളോ ഒക്കെയും അപകടങ്ങൾ വരുത്തുന്നതാണ്. ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അത് അങ്ങനെ വാർത്തയായി മറഞ്ഞു പോകേണ്ടതല്ല. ഇതൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഒരു പാത നിർമ്മാണ ഘട്ടം മുതൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആ ഘട്ടം മുതൽ ശ്രദ്ധിച്ചാൽ തന്നെ അപകടങ്ങൾ കുറയും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈവർമാരുടെ കയ്യിലാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അശ്രദ്ധ പോലും പല അപകടങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ റോഡിന്റെ വളവാണല്ലേ. ഈ വളവ് നിവർത്തണമെന്ന് നാട്ടുകാർ ഒരുപാട് കാലമായി ആവശ്യപ്പെടുന്നതാണല്ലോ അല്ലെ? റോഷനി, തീർച്ചയായും. അതായത് ഇത് ഒരു വളവല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ വളവിന്റെയൊക്കെ തുടക്കം വരുന്നത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഭാഗത്ത് നേരെ എതിർ ദിശയിലുള്ള ആ ഒരു കയറ്റത്തിൽ നിന്നാണ് വളവ് തുടങ്ങുന്നത്. ആ കയറ്റത്തിൽ നിന്നും വളവ് തുടങ്ങി വരുമ്പോൾ അങ്ങനെ നേരെ ഇറങ്ങി വന്ന് എത്തുമ്പോൾ തൊട്ട് പുറകിലായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ ആദ്യം കാണിച്ച ഭാഗത്തുള്ള ആദ്യത്തെ വളവെത്തും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഒരു വളവ് കൂടി എത്തും. അത് കഴിഞ്ഞ് പിന്നീട് പിന്നെയും കുറച്ചുകൂടി അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു വളവ്. അതൊരു 6 ആക്ക് രീതിയിലാണ്, ഒരു S രീതിയിലൊക്കെയാണ് ഈ വളവ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ, അതായത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം വരെ, അതായത് നമ്മളിപ്പോൾ കാണുന്ന കയറ്റത്തിന്റെ മുകളിൽ നിന്നും കുറുപ്പന്തറ ജംഗ്ഷൻ വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ മുഴുവനായും റോഡിൽ യെല്ലോ വരകളാണ്. അതായത് ഈ വരകൾക്ക് അപ്പുറത്തേക്ക് വാഹനങ്ങൾ ഒരു കാരണവശാലും കിടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ യെല്ലോ വരകളാണ് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലുള്ളത്. അതിനുള്ളിൽ തന്നെ 4-ലധികം വളവുകളുണ്ട്, വലിയ വളവുകൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തുള്ള ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ വളവ് എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ സാധാരണഗതിയിൽ ഇത് എറണാകുളത്തേക്കൊക്കെ, കോട്ടയത്ത് നിന്ന് വരുമ്പോൾ എറണാകുളത്തേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ആ പ്രധാനപ്പെട്ട പാതയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസിന്റെയും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇടപെടലിലൂടെ നിരന്തരമായി ഇവിടെയുള്ള ആളുകളോട് ഈ വളവിന്റെ പ്രശ്നവും ഈ ലൈൻ തെറ്റിക്കരുത്, ലൈൻ ട്രാഫിക് തെറ്റിക്കാതെ വാഹനം ഓടിക്കണം എന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പുറത്തുനിന്ന് എത്തുന്ന ആളുകൾക്ക് രാത്രികാലങ്ങളിലായാലും ശരി ഈ വളവ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജഡ്ജ് ചെയ്യുന്നതിൽ കൃത്യമായ പിഴവ് സംഭവിക്കും. അങ്ങനെ അപകടങ്ങൾ പതിവാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ സമാനമായ ഒരു അപകടം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അങ്ങനെ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകുന്ന, കഴിഞ്ഞ വർഷങ്ങളിൽ 1-ലധികം മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ പുളിന്തറ വളവ് എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചോളം, പ്രദേശവാസികളെ സംബന്ധിച്ചോളം ഇത്തരത്തിലെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ നിന്നും ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഇവരെ സംബന്ധിച്ചോളം വലിയ പ്രയാസമായി നിൽക്കുകയാണ്. അങ്ങനെ നിരന്തരമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങളടക്കം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കടുത്തുരുത്തി മണ്ഡലമാണ്. ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തപ്പെട്ട ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ അവർ ഉയർത്തി കാണിച്ചിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നതും ഈ പുളിന്തറ വളവിനെ കുറിച്ച് തന്നെയാണ്. ഈ റോഡിന്റെ അപാകത, ഈ റോഡ് പണിയുമ്പോൾ അലൈൻമെന്റിൽ സംഭവിച്ച പിഴവുകളെ കുറിച്ച് വലിയ പഠനങ്ങളടക്കം നടത്തിയതാണ്. 1-ലധികം പഠനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ പഠനങ്ങൾ നടത്തിയിട്ടും ഈ അലൈൻമെന്റ് മാറ്റുക അല്ലെങ്കിൽ അടുത്ത ഘട്ടങ്ങളിലേക്കോ പോയിട്ടില്ല. അല്ലെങ്കിൽ പഠനങ്ങൾ മാത്രം നടത്തിയിരുന്നാൽ കാര്യമില്ല, അതിന് പ്രതിവിധി വേണം. ഇല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും. അതിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടേക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല, അത് വലിയ നഷ്ടമാണ്. അപ്പോൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പലതും ഇങ്ങനെ ആവർത്തിക്കുമെങ്കിലും ഇത് സൂക്ഷിക്കണം, ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ പാതകളുടെ നിർമ്മാണം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട പല ഘടകങ്ങളും ഉണ്ടെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്.